எழுத்தாளருக்கு எப்போதுமே எங்களுக்கு உண்டான வழக்கப்படி எழுத்தாளருக்கு கேலக்ஸி பதிப்பகம் சார்பா ஒரு சிறு மரியாதை செய்ய விரும்புகிறோம். வாழ்த்துக்கள். ഈവനിങ് എല്ലാവർക്കും നമസ്കാരം, വണക്കം. തമിഴ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഭാഷയാണ്, പക്ഷെ പറയാൻ എനിക്കൊരു ധൈര്യവുമില്ലാത്ത ഭാഷയാണ്. കാര്യം തെറ്റുപറ്റുമോ എന്നുള്ളൊരു ഭയം ആ ഭാഷയോടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആദ്യമായി ഉച്ചരിച്ചത് തമിഴ് ഭാഷയാണ്. കാര്യം എന്നെ പ്രസവിച്ചിട്ട് 56 ദിവസമായപ്പോൾ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. ഒരു 3-4 വയസ്സൊക്കെ ആയപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അപ്പം നാട്ടിൽ എന്നെ അത് കാരണം എന്നെ തമിഴ്ത്തി എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെറിയ ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു നിമിഷം എല്ലാ എഴുത്തുകാരെ പോലെയും എനിക്കും ഒരുപാട് സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷമാണ്. റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ചിട്ട് ബുക്ക് റിലീസ് ചെയ്യണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഞാനാണ് പറഞ്ഞത് അത് വേണ്ട. കാര്യം ഫോർമാലിറ്റികളൊന്നും ഇല്ലാതെ എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മുൻപ് പതിച്ചിയുടെ മലയാളം ഇവിടെ വെച്ച് റിലീസ് ചെയ്തതായിരുന്നു. അപ്പം തമിഴിലേക്കാവുമ്പോൾ എഴുത്തുകാരെയും ഒക്കെ നമുക്കൊരു ഫോർമാലിറ്റി ഇല്ലാതെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് ഈ ഒരു ചെറിയ കൂട്ടമായിരിക്കും. അല്ലെങ്കിലും ചെറിയൊരു കൂട്ടത്തിൽ രാജ്ഞിയായി നിൽക്കുന്നതാണ് സൈക്കോളജിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടം. കാര്യം നമ്മളെ അറിയുന്നവർ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ആ അറിയുന്നവർ ആ സ്നേഹം കൊണ്ട് തിരക്കി പിടിച്ച് ഏത് സ്റ്റോളിലാണെങ്കിലും അവരവിടെ എത്തുമെന്നും എൻ്റെ ഈ സന്തോഷത്തിൽ കൂടെ ഉണ്ടാകുമെന്നുമുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും വന്നു. എല്ലാവരോടും ഞാൻ അതിൽ നന്ദി പറയുന്നു. ഈ പുസ്തകം 2018 ആദ്യ പതിപ്പ് വരുന്നത്. രണ്ടാമത്തെ പതിപ്പ് 2019 ഏകദേശം 5 വർഷമായെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഷാർജ ബുക്ക് ഫെയറിലേക്ക് വന്നിട്ട്. ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്ഥലങ്ങളിൽ പുസ്തക ചർച്ചകളിലെല്ലാം എൻ്റെ ഇതിൽ ഓരോ കഥകളും അതുപോലെ തന്നെ പുസ്തകവും ചർച്ചയായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുസ്തകം നിലനിന്ന് വന്ന് ഇപ്പോഴേ ഒരു ഭാഷ കടന്ന് വേറൊരു ഭാഷയിലേക്ക് പോയിരിക്കുന്നു. എഴുത്തുകാർക്ക് ഓരോ പുസ്തകവും കുഞ്ഞുങ്ങളെ പോലാണ്. തീർച്ചയായും എൻ്റെ കുഞ്ഞായിരുന്നു പതിച്ച്. ഞാനിപ്പോൾ അതിനെ കല്യാണം കഴിച്ച് വേറൊരു നാട്ടിലേക്ക് വിടുകയാണ്. അവിടെ ആ പുസ്തകത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അതിനുവേണ്ടി എന്തായാലും എൻ്റെ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തത് ചിദംബരം രവിചന്ദ്രനാണ്. 1 വർഷം മുമ്പേ ആൾ ട്രാൻസ്ലേഷൻ ചെയ്ത് തന്നതാണ്. ആൾക്ക് കാഴ്ച കുറവിൻ്റെ ഒരു വിഷയമുണ്ട്. എങ്കിൽ പോലും ഓഡിയോ കേട്ടിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ എൻ്റെ കഥകൾ വന്നിരിക്കുന്നതെന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യണമായിരുന്നു. കാര്യം അത് ഒരു ബുക്കായിട്ടാണ് അത് ട്രാൻസ്ലേഷൻ പതിപ്പ് വരുന്നതെങ്കിൽ പോലും ആ വായിക്കുന്ന ഒരാൾ എൻ്റെ കഥയെ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് അത് എടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കാരണം ഞാനത് നീലഗിരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ തമിഴ് പ്രൊഫസർക്ക് ഞാൻ അയച്ചു കൊടുത്തു. മലയാളവും തമിഴും തമ്മിലൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. നല്ല വായനയുള്ള ഒരു എഴുത്തുകാരനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഷാന തീർച്ചയായിട്ടും ഈ പുസ്തകം ധൈര്യമായി പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഗാലക്സി ബുക്ക് തന്നത്. അതിന് കെയർ ഓഫ് ഒരുപാട് സഹായം എനിക്ക് വലിയോടും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരും പറഞ്ഞ ആശംസയെ ഞാൻ എൻ്റെ ഹൃദയത്തോട് സ്വീകരിക്കുന്നു. പറയുമ്പോൾ നമ്മൾ GCC ആണെങ്കിലും ഞാൻ ഇപ്പോൾ സൗദിക്കാരിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം വിരുന്നിന് വന്നൊരു എഫക്റ്റാണ്. ഒരു വിരുന്നിന് വരുമ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഫേസ്ബുക്കിൽ കണ്ട മുഖം അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പ് കണ്ട മുഖം ആ ഒരു എന്താ പറയുക അപരിചിതത്വം ഒന്നുമില്ലാതെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ആ ഷഹനാന്ന് വന്ന് ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സന്തോഷമുണ്ട്. അത് എഴുതാനും ഇനിയും ഇങ്ങോട്ട് വരാനും ഒക്കെയുള്ള ഒരു പ്രേരണയാണ്. എഴുത്തിനെക്കാട്ടിയും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇനിയും എഴുതാനുള്ള ഒരു പ്രേരണ ആവട്ടെ ഈ കൂടിച്ചേരൽ. ഈ പുസ്തകം തമിഴിലേക്ക് വന്നത്, മറ്റു ഭാഷകളിലേക്ക് പോകുന്നത്, ഇതൊക്കെ ബോണസാണ്. ആക്ച്വലി ഞാൻ ഇതൊന്നും ആലോചിച്ചോ അല്ലെങ്കിൽ ഒരു പുസ്തകം ആക്കണമെന്ന് ആലോചിച്ചിട്ടോ ഒന്നും എഴുതിയ കഥകളൊന്നും അല്ല ഇതൊന്നും. അത് കാരണം ഈ ബുക്ക് വന്നതും തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ചർച്ച വന്നതും എനിക്ക് ഇതിൽ പ്രകാരം കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങളും എന്നെ പതിച്ചി എന്നൊക്കെ വിളിക്കുന്ന ആളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സൗഹൃദമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷത്തോട് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. എൻ്റെ പുസ്തകം ഇപ്പോൾ റിലീസ് ചെയ്ത അനിലേട്ടൻ, ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ജസിറ ബാനു, എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ഗാലക്സി ബുക്സ് ബാലാജി, പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും, എൻ്റെ ബ്രദർ ഇൻ ലോ ഫാസിൽ,
പിന്നെ എല്ലാവരും ഓരോരുത്തരുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതിനെല്ലാം ഉപരിയായി എൻ്റെ ബാക്ക് ബോണായി എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ കൂടെ ഇപ്പം ഇല്ല, പ്രസന്റ്ലി എൻ്റെ കൂടെ ഇല്ലാത്ത എൻ്റെ ഫാദർ, എൻ്റെ ഉമ്മച്ചി, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അനീഷാണ്. നീ പോയി സ്റ്റോളിനല്ലേ അവർ ചെയ്തോളും, സ്റ്റോളിനല്ലേ അവർ ചെയ്തോളും എന്ന് പറഞ്ഞൊരു വലിവിന് അതല്ല, അത് കാണാൻ നീ വേണം. ചിലപ്പോൾ ആ സമയത്ത് നിനക്കത് കാണാൻ തോന്നിയാൽ അതൊരു സങ്കടമാകും. പോയി സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട, ജോലിത്തിരക്കിൽ കൂടെ വരാൻ കഴിഞ്ഞില്ല എങ്കിലും ആ ആളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. പിന്നെ എൻ്റെ മോള്, എല്ലാവരോടും, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ എഴുത്തു വഴിയിൽ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.